ഹലോ, ഇന്ന് മുരിങ്ങയുടെ ഇല സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങയുടെ ഇല പോയി പൊട്ടിക്കുകയാണ്. അപ്പോൾ നല്ല മൂത്ത ഇല ഇതിന് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ഇലയതായിട്ടുള്ള മുരിങ്ങയുടെ ഇല എടുത്തിറക്കുകയാണ്. അങ്ങനെ അത് ഊരി വെച്ചു. കുറച്ച് കൂട്ടാനും വയ്ക്കുക, കുറച്ച് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് സൂപ്പ് വയ്ക്കാൻ ആവശ്യത്തിനുള്ള മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കുറച്ച് വേവണ വരേക്കും അത് നല്ലപോലെ ഒന്ന് ചുങ്ങി വരണ വരേക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ചുറ്റിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടാലറിയാം അതൊക്കെ പാടൊക്കെ ഒന്ന് ചുരുണ്ട് ഇതായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് എടുത്തിട്ട് ഇനി പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ആ പാത്രത്തിൽ തന്നെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് മെൽറ്റായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ജീരകം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ ചെറിയ ഉള്ളി ഒരു 8-10 എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുക. അപ്പോൾ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ടെങ്കിലാണ് ഇതൊക്കെ പടയിൽ പിടിക്കില്ല. അത് കാരണം കൊണ്ട് ചതച്ച് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ആ ചതച്ചിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് ഇളക്കിയതിൻ്റെ ശേഷം അപ്പോൾ ഈ കർക്കിടക മാസമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും സൂപ്പൊക്കെ കുടിക്കാനൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കുറച്ച് വലിയ സൈസ് തക്കാളി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ സ്മാഷ് ആവണ വരേക്ക് ഇളക്കുക. നമ്മൾ അപ്പോഴേക്ക് ഈ ഇല പ്ലേറ്റിലേക്ക് വെച്ചത് ആറിയണം. ഇനി അതൊന്ന് മിക്സിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എങ്ങനെ സൂപ്പ് വേണിച്ചാൽ അങ്ങനെയും കുടിക്കുക, അല്ലെങ്കിൽ അരിച്ചിട്ടും കൂടെ കുടിക്കുക. അപ്പോൾ ഇത് അങ്ങനെ കുടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇലയൊന്നും ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിക്സിയിലൊന്ന് അടിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇല ഇട്ട് ഇളക്കിയതിന് ശേഷം ഈ പരിപ്പിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പരിപ്പിൻ്റെ വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ചെടുത്തതിൽ അതിൽ കുറച്ച് ഉടച്ച് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് അതിൻ്റെ വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പരിപ്പിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ജാസ്തി വേണ്ട. ഇനി ഒരു തിളച്ചാൽ നമ്മൾ പിന്നെ 1 സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് അരിച്ച് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിരിക്കുകയാണ്. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.